കാത്തു, ഇന്ന് നമുക്കേ സിംഹത്തിൻ്റെയും എലിയുടെയും കഥ നോക്കിയാലോ? റെഡിയാണോ? ഓക്കെ. അപ്പോൾ ഒരു കാട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ കൂടെ ഒരു കുഞ്ഞൊരു എലി ഉണ്ടായിരുന്നു. അപ്പോൾ സിംഹം ഒരു ദിവസം എന്താ ചെയ്തിരുന്നതെന്നറിയോ? ഒരു മരത്തിൻ്റെ ചോട്ടിൽ കടന്നിട്ട് ഇങ്ങനെ കടന്നുറങ്ങുക. കാണിച്ചൊരു കൂർക്കൊക്കെ വലിച്ചിട്ടാട്ടോ ഉറങ്ങണ. അങ്ങനെ ഉറങ്ങണ സമയത്തേ ആരാ വന്ന്? എലി വന്നിട്ട് സിംഹത്തിൻ്റെ മേത്ത് കയറി. എന്താ ഇത്? സിംഹത്തിൻ്റെ മേത്തൊക്കെ കയറിയിട്ട് ഇങ്ങനെ കാല് മുതൽ തല വരെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് കളിച്ചു. നമ്മൾ ഉറങ്ങുമ്പോൾ ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചാൽ നമുക്ക് ദേഷ്യം വരില്ലേ? കാത്തു ഉറങ്ങുമ്പോൾ അമ്മ വന്നിട്ട് തോണ്ടിയ കാത്തുവിന് ദേഷ്യം വരില്ലേ? അപ്പം സിംഹത്തിന് എന്ത് വന്നിട്ടുണ്ടാവും? സിംഹത്തിന് ദേഷ്യം വന്നു കേട്ടോ. അപ്പം സിംഹം എലി ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഞെക്കുകയാണ് കേട്ടോ. അപ്പോൾ എലി പറയും, അയ്യോ ഞാൻ പാവാണ്, എന്നെ എന്ത് ചെയ്യണം? വെറുതെ വിടണം പറയൂ കേട്ടോ. ഞാൻ എന്തെങ്കിലും ഇനി ആവശ്യം വന്നാൽ സിംഹത്തിനെ രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും അവസരത്തിൽ ഞാൻ സഹായിക്കാ പറയും. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് സിംഹം എന്ത് ചെയ്യും? എലിയെ വെറുതെ വിടും. അങ്ങനെ എലി രക്ഷപ്പെട്ടു. പിന്നൊരു ദിവസമല്ലേ, സിംഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വേട്ടക്കാർ വിരിച്ച വലയിൽ ആര് വീഴും? സിംഹം വീഴുട്ടോ. സിംഹം അങ്ങനെ അതിൽ കടക്കണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല, രക്ഷപ്പെടാൻ പറ്റണില്ല. അപ്പം ആ സമയത്ത് സിംഹം ഉറക്കെ രക്ഷിക്കണേ പറഞ്ഞിട്ട് കരയും. അപ്പം ആര് വരും? എലി വന്നിട്ട് എന്ത് ചെയ്യും? സിംഹത്തിൻ്റെ വല കഴിക്കല്ല, മുറിക്കും. അങ്ങനെ മുറിച്ചപ്പോൾ ആര് രക്ഷപ്പെടും? സിംഹം രക്ഷപ്പെടും. അപ്പം എന്താ നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് എന്താവില്ല, വെറുതെ ആവില്ല. ആ ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്കും തിരിച്ച് കിട്ടും. ഉറപ്പല്ലേ? കഥ ഇഷ്ടമായോ ചോദിച്ചേക്കോക്ക്.